ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്പാർക്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. കേരള PSC ഈ വരുന്ന 2 മാസങ്ങളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് നടത്താനിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിലല്ലേ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നമ്മുടെ അക്കാദമിയിൽ കോച്ചിങ് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും പിന്നെ അല്ലാതെയും കുറച്ച് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ICD സൂപ്പർവൈസർ എക്സാമിനേഷന് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതേപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ എക്സാമിനേഷനും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും പ്രൊബേഷൻ ഓഫീസർ എക്സാം ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആ പോസ്റ്റിന്റെ വാല്യൂ അറിയാം. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നല്ല സമയവും നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൽ നമ്മൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുകയും ചെയ്തു, നമുക്ക് അറ്റൻഡ് ചെയ്യുകയും വേണം. പക്ഷേ അത്ര ഡീപ്പായിട്ട് പഠിച്ചു പോകാനും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്തായാലും നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് പ്ലാൻസ് നിങ്ങൾക്ക് പുറത്തേക്ക് ആക്സസിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് പുറത്തേക്ക് നമ്മൾ ആക്സസ് തരുന്നുണ്ട്. അതിൽ മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിൽ ഇന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമുക്ക് ടെസ്റ്റ് സീരീസ് ആണ്. ടെസ്റ്റ് സീരീസിൽ നമുക്കൊരു 8 ടെസ്റ്റുകളാണ് വരുന്നത്. അത് ടോട്ടലി ഒരു 800 ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്നുണ്ട്. ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻസിന് ഓഫ്കോഴ്സ് അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 1350 ക്വസ്റ്റ്യൻസും, അതല്ല ടെസ്റ്റ് സീരീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 800 ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഇല്ലെങ്കിൽ മൊഡ്യൂളിൽ വരുന്ന ഒരു കാര്യം നമുക്കറിയില്ല എന്നുള്ളതിൻ്റെ ബേസിൽ പോയി എക്സാം എഴുതണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റിന്റെ ബേസിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമെന്നെങ്കിലും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് നിങ്ങൾക്ക് ആക്സസ് തരുന്നത് ഡ്രൈവിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും എക്സാം വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാം. അതിനകത്ത് വേറൊരു ലിമിറ്റേഷനും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ സ്റ്റഡി പ്ലാനോ മോക്ക് ടെസ്റ്റോ ടെസ്റ്റ് സീരീസോ എന്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ താഴെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ICD സൂപ്പർവൈസർ എക്സാമിനേഷനും പ്രൊബേഷൻ ഓഫീസർ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.